Good afternoon all. Good afternoon, Miss. Good afternoon, ma'am. Okay. അപ്പൊ നമ്മൾ പുതിയൊരു ചാപ്റ്റർ ആണ് തുടങ്ങുന്നത്. ലേബർ റൂം എന്നാണ് ചാപ്റ്ററിന്റെ നെയിം. ലേബർ റൂമിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പുതിയൊരു ചാപ്റ്റർ. ഓക്കെ. അപ്പോ നമുക്കറിയാം, അത്യാവശ്യം എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കെങ്കിലും നമ്മൾ ഭൂരിഭാഗം എനിക്ക് തോന്നുന്നു അല്ലെ, എന്താ പറയാ, ഒത്തിരി പേർക്ക് അറിയാൻ പറ്റുന്നൊരു ഇതാണ് ലേബർ റൂം എന്ന് പറഞ്ഞത് അല്ലെ. കുറച്ച് പേര് നമുക്കറിയാം, നമ്മുടെ കൂട്ടത്തിൽ തന്നെ അമ്മമാരൊക്കെ ഉണ്ടാവും അല്ലെ, കൂട്ടത്തിലുണ്ടല്ലോ അല്ലെ. ഒട്ടും അറിയാത്തവരും ഉണ്ടാകും, എല്ലാ തരത്തിലുള്ള ആളുകളുണ്ട് അല്ലെ. എങ്കിലും കുറച്ച് എനിക്ക് തോന്നുന്നു അമ്മമാരധികം ഉണ്ട് അല്ലെ കൂട്ടത്തില്, നമ്മുടെ സ്റ്റുഡൻസിന്റെ ഈ ഒരു ടീമില്ല. സോ അവർക്ക് കുറച്ചൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ് ഒരു ലേബർ റൂം എന്താണെന്ന് കണ്ടിട്ടുള്ളവരുണ്ടാവും അല്ലെ. ഓക്കെ, എന്താണ് ഒരു ലേബർ റൂം എന്ന് പറയുന്നത്? എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളൊന്ന് പറയണേ. ഓക്കെ, എന്തൊക്കെയാണ് ഒരു ലേബർ റൂം എന്ന് പറയുന്നത്? എന്താണ് അവിടെ എന്തൊക്കെയാണ് നിങ്ങൾ മീൻസ് ഉണ്ടാക്കുന്നത്? നിങ്ങൾ ഒട്ടും ഡിസ്റ്റർബ് ആവരുതും. ഓക്കെ, ഡെലിവറിയുടെ ആണ്. ദെൻ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ റൂമിന്? എന്തൊക്കെയുണ്ട്? ഒരു നോർമൽ വാർഡ് പോലെ തന്നെയാണോ? നോ. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ്? എന്തെങ്കിലും എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ അവിടെ കണ്ടായിരുന്നോ ലേബർ റൂമില്? സെപ്പറേറ്റഡ് റൂമാണ്. ബെഡിനൊക്കെ വ്യത്യാസമുണ്ട്. ദെൻ കുറച്ച് എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, കമ്പ്യൂട്ടർ സിസ്റ്റമുണ്ട്, മോണിറ്ററിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഒരു ലേബർ റൂം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ഇൻട്രൊഡക്ഷൻ നോക്കാം കേട്ടോ. Obstetrics and gynecology service are practiced in almost all hospitals where obstetrics deals with the process of childbirth. എന്താണ് obstetrics? എന്താ obstetrics എന്ന് പറഞ്ഞിട്ട് മീൻസ് പ്രസവ ചികിത്സ അല്ലെങ്കിൽ ഡെലിവറി ട്രീറ്റ്മെന്റ് ഒക്കെ ഇല്ലേ, അതിനെയാണ് obstetrics എന്ന് ഉദ്ദേശിക്കുന്നത്. എഴുതി വെക്കുക. obstetrics മീൻസ് പ്രസവ ചികിത്സ അല്ലെങ്കിൽ ഡെലിവറി ട്രീറ്റ്മെന്റ്. ഓക്കെ, ഗൈനക്കോളജി എന്ന് പറയുന്നത് ഏത് വിഭാഗമാണ്? ഗൈനിക് എന്ന് പറഞ്ഞാല് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഗൈനിക്? ആർക്ക് വേണ്ടിയിട്ടുള്ള വിഭാഗമാണ്? വുമണിന് വേണ്ടി, എസ്പെഷ്യലി ഫീമെയിലിന്റെ ഒരു സെക്ഷൻ ആണ് ഗൈനിക് എന്ന് പറയുന്നത്. അതായത് സ്ത്രീ രോഗങ്ങള് അല്ലെങ്കിൽ ഫീമെയിൽസിന് വരുന്ന പ്രശ്നങ്ങളും പ്രോബ്ലങ്ങൾക്കൊക്കെ ആയിട്ടുള്ള പ്രത്യേക ഒരു ചികിത്സാ വിഭാഗമാണ് ഗൈനക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് ഒബ്സ്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി, അതായത് പ്രസവ ചികിത്സയും അതുപോലെ തന്നെ സ്ത്രീരോഗ സേവനങ്ങളും എല്ലാ ഹോസ്പിറ്റലുകളിലും, ഓൾമോസ്റ്റ് എല്ലാ ഹോസ്പിറ്റലുകളിലും അവൈലബിൾ ആണ് അല്ലെ. എല്ലാ ഹോസ്പിറ്റലുകളിലും തന്നെ ഗൈനിക്കിന്റെ ഒരു ഡോക്ടർ ഉണ്ടാവും, അതുപോലെ തന്നെ ലേബർ റൂമും ഓപ്പറേഷൻ തിയേറ്ററും അങ്ങനെ പ്രസവ ചികിത്സകളും ഉണ്ടാവും. Then where obstetrics deals with the process of childbirth, അല്ലെ. പ്രസവ ചികിത്സ ഡീൽസ് ചെയ്യുന്നത് എന്തിനെയാണ്? ചൈൽഡ് ബർത്ത്, ഒരു കുഞ്ഞിന്റെ ജനനത്തെയാണ് ആ ഒരു ഒബ്സ്റ്റക്കിൾസ് ഡീൽസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോ ലേബർ റൂം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഒരു മീൻസ് നമ്മുടെ പ്രസവ സമയത്തിന് വേണ്ടി ആ ഒരു പേഷ്യന്റിനെ നമ്മൾ സജ്ജമാക്കുന്ന ഒരു റൂമാണ് ലേബർ റൂം എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും? നഴ്സുമാർ വന്ന് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ചെയ്യും. കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ടോ, നമ്മുടെ BP ലെവൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇടയ്ക്ക് വന്ന് ചെക്ക് ചെയ്ത് നോക്കും. ദെൻ ആ ലേബർ റൂമിൽ നിന്നാണ് ചിലപ്പോൾ പെയിനൊക്കെ വരുമ്പോൾ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആണെങ്കിലോ അങ്ങനെ തിയേറ്ററിലേക്ക് മാറ്റുന്നത്, ദെൻ ഡെലിവറി റൂമിലേക്ക് മാറ്റുന്നത്.
ഓക്കെ, എന്താണ് അപ്പൊ ഒരു ലേബർ റൂം എന്നൊരു ചെറിയൊരു കിട്ടിയോ? പറഞ്ഞു വരുന്നുള്ളൂ കേട്ടോ, ജസ്റ്റ് ഒന്ന് തുടക്കം പറഞ്ഞുള്ളൂ. ഇനി നമുക്ക് നോക്കാം. നോ ടേബിൾ ഫങ്ഷണൽ ഏരിയ ഓഫ് ദ മെറ്റേണിറ്റി വാർഡ്. അപ്പോ ഒരു മെറ്റേണിറ്റി വാർഡില കുറച്ച് ഏരിയകളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. മെറ്റേണിറ്റി വാർഡിലെ ഏരിയകൾ നോക്കാം. റിസീവിംഗ് ഏരിയ, എക്സാമിനേഷൻ ഏരിയ, പ്രീ ഡെലിവറി റൂം, ദെൻ ഡെലിവറി ലേബർ റൂം, പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. അല്ലെ, റിസീവിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ്ലി ആ ഒരു പേഷ്യന്റിനെ സ്വീകരിക്കുന്ന ആ ഒരു ഏരിയ. ദെൻ എക്സാമിനേഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതുപോലെ മീൻസ് ആ ഒരു പേഷ്യൻസിനെ പരിശോധിക്കുന്നതും ഒക്കെ വെയിറ്റിംഗ് മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു ഏരിയ. ദെൻ പ്രീ ഡെലിവറി റൂം. പ്രീ ഡെലിവറി റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെലിവറിക്ക് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്ന ഒരു റൂം. ദെൻ ഡെലിവറി ഓർ ലേബർ റൂം. ഡെലിവറി റൂം ഓർ ലേബർ റൂം അവിടെയാണ് നമ്മൾ പറഞ്ഞ എന്താ കുട്ടിയെ കൊടുക്കും മറ്റൊക്കെ നോക്കില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നമ്മളെ മെഡിസിൻസ് ഒക്കെ തന്നു, ചിലപ്പോൾ പെയിൻ വരാനുള്ള മെഡിസിൻസ് ഒക്കെ തന്നിട്ട് നമ്മൾ സജ്ജമാക്കുന്ന ഒരു ഇതാണ് ലേബർ റൂം എന്ന് പറയുന്നത്. ദെൻ പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. നമുക്കറിയാം, ഈ ഡെലിവറി കഴിഞ്ഞിട്ട് ആ ഒരു പേഷ്യന്റിന് ഇപ്പോൾ നോർമൽ ഡെലിവറി ആയാലും മറ്റേ സിസേറിയനൊക്കെ ആയിട്ടുണ്ടെങ്കിലും നമ്മൾ ഡെലിവറി കഴിഞ്ഞ് അറ്റ് ദാറ്റ് ടൈമിൽ തന്നെ റൂമിലേക്ക് കൊണ്ടുവരാറുണ്ടോ പേഷ്യന്റിനെ? ആണോ? കൊണ്ടുവരാറുണ്ടോ അറ്റ് ദാറ്റ് ടൈമിൽ തന്നെ? ഇല്ല അല്ലെ, കുറച്ച് ടൈം ഇത്ര മണിക്കൂറുകൾ ഒബ്സർവേഷൻ റൂമിൽ കിടത്തിയതിനു ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത്? റൂമിലേക്ക് കൊണ്ടുവരുന്നത്. അതിനെയാണ് നമ്മൾ പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെ, 2 hours 2 hours അല്ല, 2 hours കൂടുതൽ. കാരണം ഇപ്പോ മീൻസ് ഒരു 2 hours, അതായത് ഇപ്പോ സിസേറിയനൊക്കെ ഉള്ള പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ ഈ നമ്മളൊരു അനസ്തേഷ്യ പറഞ്ഞൊരു സംഭവം കൊടുക്കുമല്ലോ, അപ്പൊ അതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്ഷൻ കഴിയുന്നത് വരെ നമ്മൾ ചിലപ്പോ ആ ഒരു അവിടെ തന്നെ ആയിരിക്കും, ഈ ഒബ്സർവേഷൻ റൂമിലായിരിക്കും. 1 day ഒക്കെ കിടക്കാറുണ്ട് കേട്ടോ. രാവിലെ ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞ പേഷ്യൻസിന് ചിലപ്പോൾ ഒരു വൈകിട്ട് ഒരു മീൻസ് ഒരു 6 മണി അല്ലെങ്കിൽ 7 മണി നോർമൽ ഒരു 5-6 hours നമ്മൾ ഒബ്സർവേഷനിൽ കിടക്കും. ദെൻ എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അത്രയും ഓക്കെയാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ലേബർ റൂമിനെ കുറിച്ചാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, ഞാൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് മാർക്ക് ചെയ്തിടാം കേട്ടോ. The labor room also named as birthing unit in the hospital. ലേബർ റൂം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബർത്തിങ് യൂണിറ്റ്. ബർത്തിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബർത്തിങ് എന്നുള്ള ഒരു മീനിങ് തന്നെയാണ് വരുന്നത്. ഓക്കെ, ബർത്തിങ് യൂണിറ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. കയ്യിൽ കോപ്പി ഉണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. The labor room also named as birthing unit. birthing unit എന്ന പേരിലും അറിയപ്പെടുന്നു. പക്ഷെ നമ്മൾ നോർമലി കണ്ടിരിക്കുന്നത് എപ്പോഴും ലേബർ റൂം വെച്ചിരിക്കുന്നതാണ് അല്ലെ. ബർത്തിങ് റൂം എവിടെയെങ്കിലും നിങ്ങൾ ഏരിയസ് കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടോ? ഇല്ല അല്ലെ. പക്ഷെ ഇങ്ങനെ ഒരു പേരും കൂടി പറയും എന്നാണ് പറയുന്നത്. നമ്മൾ നോർമലി എപ്പോഴും എന്താണ് ലേബർ റൂം എന്നൊക്കെയാണ് എഴുതി വെച്ച് കണ്ടിരിക്കുന്നത് അല്ലെ. പക്ഷെ നമുക്ക് ഇങ്ങനെ പഠിക്കാനുള്ളത് കൊണ്ട് എന്ത് ചെയ്യാ? നമ്മൾ പഠിക്കണം ബർത്തിങ് യൂണിറ്റ് കേട്ടോ. അപ്പോൾ ലേബർ റൂമിൽ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബർത്തിങ് യൂണിറ്റ്. ഓക്കെ, നോക്കാം. The labor room also named as birthing unit in the hospital is where child birth take place. അല്ലെ, അവിടെയാണ് ചൈൽഡ് ബർത്ത് നടക്കുന്നത് അല്ലെ, ജനനം നടക്കുന്നത്. That is one of the most versatile means വൈവിധ്യമാർന്നിട്ടുള്ള അല്ലെ. versatile എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈവിധ്യമാർന്നിട്ടുള്ള, അതായത് വൈവിധ്യമാർന്ന റൂമുകളാണ് അല്ലെ. നമ്മൾ പറഞ്ഞു ഒരു മറ്റു റൂമുകളെയോ അല്ലെങ്കിൽ ഒരു വാർഡിനെയോ അപേക്ഷിച്ച് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ളതാണ് ഒരു ലേബർ റൂം എന്ന് പറയുന്നത് അല്ലെ. ലേബർ റൂമിൽ മീൻസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അല്ലെ. കുറച്ച് പ്രത്യേകതയുള്ള റൂമാണ്. സാധാ ഒരു നോർമൽ റൂമിലും കുറച്ച് ഡിഫറെന്റ് ആണ് അല്ലെ. ഇതൊക്കെയാണ് നോക്കാം കേട്ടോ. വിച്ച് ഗ്രാൻസ് സ്പെഷ്യൽ ഫെസിലിറ്റീസ് അഷ്യൂറിംഗ് സേഫ് പ്രീനേറ്റൽ കെയർ അല്ലെ. കുറച്ചും കൂടി സേഫ് ആയിട്ട് പ്രീനേറ്റൽ കെയർ, അതായത് പ്രഗ്നൻസി ഉള്ള ആ ഒരു ടൈമില് വെർസ്റ്റൈൽ റൂം എന്ന് പറഞ്ഞാൽ വൈവിധ്യമാർന്ന റൂമാണെന്ന്, വ്യത്യസ്തങ്ങളുള്ള റൂമാണെന്ന്. നോർമൽ റൂമുകളെ പോലെയല്ല, കുറച്ച് വൈവിധ്യമാർന്ന റൂമാണ്. ഓക്കെ, അപ്പൊ എന്താ പറയാ? അപ്പോ അവിടെ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് കെയർ കൊടുക്കുന്നത് പ്രീനേറ്റൽ കെയർ അല്ലെ, അതായത് പ്രഗ്നൻസി ആ ഒരു ടൈമില്. ദെൻ ഡെലിവറി, then immediate postnatal care of mother and infant. അതുപോലെ തന്നെ ഡെലിവറി ചെയ്യുന്നു. then പ്രസവ ചികിത്സ അത് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് പോസ്റ്റ്നേറ്റൽ, അതായത് ഈ പ്രസവത്തിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ പറയില്ലേ, കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ മഞ്ഞപ്പിട്ടാവും, ചിലപ്പോൾ കുഞ്ഞുങ്ങളെ അപ്പൊ തന്നെ LIC മാറ്റണം എന്നൊക്കെ പറയും അല്ലെ.
അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളും നമ്മൾ ലേബർ റൂമിൽ ഒരുക്കുന്നു. അതായത് ഇൻഫന്റിനും അല്ലെങ്കിൽ അമ്മയ്ക്കും എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ മറ്റു വരികയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കൂടി അവിടെ ചെയ്യുന്നു. അതൊക്കെയാണ് അവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. ഓക്കെ. Then a pregnant woman will go to delivery room when she is in the active phase of labor. അല്ലെ, നിങ്ങൾ പറഞ്ഞു നമ്മള് ഒരു എന്താ പറയാ ഒരു മീൻസ് ഡെലിവറിക്ക് വേണ്ടി സജ്ജമാകുന്ന അല്ലെ, അതായത് ആ ഡെലിവറിയുടെ ഒരു സജീവ ഘട്ടത്തിലാണ് നമ്മൾ ആ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ആ ഒരു ഫീമെയിലിനെ എന്ത് ചെയ്യുന്നത്, ആ പ്രഗ്നന്റ് വുമണിനെ മീൻസ് ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലെ. ഒരു മാസത്തോളം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഡെലിവറി ഡേറ്റിന് മുന്നേക്ക് അത്ര ദിവസം മുന്നൊന്നും കിടത്തില്ല. പക്ഷെ ആ ഒരു അറ്റ് ആ ടൈമില് മീൻസ് ആ ഒരു ടൈം അടുക്കുമ്പോഴല്ലേ ലേബർ റൂമിലേക്ക് കിടത്തുന്നത് അല്ലേ? അങ്ങനെയാണോ? അതായത് സജീവമായിട്ടുള്ള ആ ഒരു ഘട്ടം അല്ലെ, ഡെലിവറിയുടെ ഘട്ടമായി എന്നുള്ള ആ ഒരു ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, ലേബർ റൂമിലേക്ക് ആ പേഷ്യൻസിനെ പ്രഗ്നന്റ് വുമണിനെ കൊണ്ടുപോകുന്നത്. Then this unit is devised to handle the birth for women, minor surgeries and procedures. അല്ലെ, അപ്പൊ അതായത് ഈ ഒരു ലേബർ റൂം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ബർത്ത് അതായത് ജനനത്തിന് വേണ്ടിയിട്ട് മീൻസ് ഡെലിവറിക്ക് വേണ്ടിയിട്ടും അതുപോലെയുള്ള ഈ എന്താ ഫീമെയിൽസിന്റെ തന്നെ സർജറീസ് ഒക്കെ വരില്ലേ, മറ്റു സർജറികൾ, ഡെലിവറി മാത്രമല്ല ഫീമെയിലിന്റെ മറ്റ് മീൻസ് എന്തെങ്കിലും ഇപ്പൊ വേറെ എന്തെങ്കിലും ശസ്ത്രക്രിയകളോ അങ്ങനെയുള്ള സർജറീസിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ റൂം സജ്ജമാക്കിയിരിക്കുന്നത്. ഓക്കെ. വേറെ മെൻസിനൊന്നും അവിടെ നമുക്ക് മീൻസ് ഫീമെയിൽ വാർഡാണ് അത് അല്ലെ, ഫീമെയിലിന് മാത്രം അവിടെ അലൗഡ് ഉള്ളൂ. ഓക്കെ. അപ്പോ ബർത്തിങ് യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ലേബർ റൂം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബർത്തിങ് യൂണിറ്റ്. ഓക്കെ. Then നോക്കാം, the labor delivery recovery room, അതായത് LDR, labor delivery recovery കേട്ടോ, are in charge of accommodating all kinds of delivery, providing maximum assurance and efficient obstetrical area. അതായത് എന്താ പറയുന്നത്, അതായത് കാര്യക്ഷമമായിട്ടുള്ള ഒരു പ്രസവ ചികിത്സയും ദെൻ എന്താ പറയാ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പ്രസവ ചികിത്സയും അതുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ലിവറിംഗ് പ്രൊവൈഡിംഗ് മീൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മറ്റേ വസ്ത്രങ്ങളൊക്കെ നമുക്ക് തരില്ലേ, ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ളത് അല്ലെ. നമ്മൾ ലേബർ റൂമിൽ കയറുമ്പോൾ നമ്മളുടെ നമ്മൾ ഡ്രസ്സാണ് ഇടുന്നത്, സെപ്പറേറ്റഡ് ആയിട്ടുള്ള വേറെ ഒരു ഡ്രസ്സ് അവിടെ നിന്ന് നമുക്ക് തരും. ഇല്ല, ഇപ്പൊ ഒരു സർജറിക്ക് ആണെങ്കിൽ പോലും ഹോസ്പിറ്റലിൽ വേറൊരു സർജറി ഡ്രസ്സ് ഉണ്ട് ഇല്ലേ, തരാറില്ലേ? നോർമൽ ഡ്രസ്സിലാണോ സാധാ ഒരു ഡ്രസ് സർജറിക്ക് വൈറ്റ് മീൻസ് ലൈറ്റ് കളറിൽ എന്തെങ്കിലും ഒരു മീൻസ് ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പോലത്തെ സംഭവം തരുന്നത്, ഒരു ലൈറ്റ് ബ്ലൂ അല്ലെങ്കിൽ ലൈറ്റ് ഗ്രീൻ അങ്ങനെയുള്ള എന്തെങ്കിലും ഷെയ്ഡുകളൊക്കെ ആയിരിക്കും അല്ലെ തരുന്നത്. ഓക്കെ. അപ്പോ കാര്യക്ഷമമായിട്ടുള്ള ഒരു പ്രസവ ചികിത്സയും അതുപോലെ തന്നെ ഇങ്ങനെ ഡ്രസ്സുകളും മറ്റു കാര്യങ്ങളും നമുക്ക് നൽകുന്നു. In certain healthcare institution, LDR also known as LDRP. ഇനി ചില ഹോസ്പിറ്റലുകളിൽ ഈ LDR എന്ന് പറയുന്നത്, അതായത് എന്താണ് LDR? ലേബർ ഡെലിവറി ആൻഡ് റിക്കവർ കേട്ടോ. ലേബർ ഡെലിവറി റിക്കവറിനെ അറിയപ്പെടുന്ന മറ്റൊരു പേര് LDRP. ചില ഹോസ്പിറ്റലുകളിൽ LDRP എന്നുകൂടി അറിയപ്പെടുന്നു. LDRPയുടെ ഫുൾ ഫോം നോക്കാം, ലേബർ ഡെലിവറി റിക്കവറി ആൻഡ് പോസ്റ്റ് പാർട്ടം. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാ, ഇമ്പോർട്ടന്റ് ആണ്. LDR അറിയപ്പെടുന്ന മറ്റൊരു പേര്, അതായത് ചില ഹോസ്പിറ്റലുകളിൽ ഈ LDR അറിയപ്പെടുന്ന ഒരു പേരെന്ന് പറഞ്ഞാൽ LDRP. അതായത് എന്താ, ലേബർ ഡെലിവറി റിക്കവറി ആൻഡ് പോസ്റ്റ് പാർട്ടം. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ? അണ്ടർലൈൻ ചെയ്തു എല്ലാവരും? ഓക്കെ. അപ്പോ ചില ഹോസ്പിറ്റലുകളിൽ ഈ LDR അറിയപ്പെടുന്നത് എന്താ, LDRP എന്ന് കൂടി അറിയപ്പെടുന്നു. ഓക്കെ, നോക്കാം. ഇറ്റ് ഈസ് വൺ ഓഫ് ദ പർട്ടിക്കുലർ ഓഫ് ഒബ്സ്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് ഗ്രാന്റ്സ് ഓൾ റിക്വയർഡ് ക്ലിനിക്കൽ LDRP. It is one of the particular of the obstetrical department that grants the required clinical facilities with quality infrastructure, sufficient supply of equipment and consumable and availability of well-trained human resources. അല്ലെ, അപ്പോ അവിടെ എന്തൊക്കെയാണ് അവൈലബിൾ ആയിരിക്കുന്നതെന്നാണ് ഇനി പറയുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ, അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവും. സപ്ലൈ ഓഫ് എക്യുപ്മെന്റ്സ് അല്ലെ, നിങ്ങൾ പറഞ്ഞ പ്രത്യേക തരത്തിലുള്ള ഒരു ബെഡും മീൻസ് ഒരു എന്താ പറയാ കട്ടിലും കാര്യം അങ്ങനെയുള്ള കുറച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള മീൻസ് ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും അല്ലേ.
ലേബർ റൂമിൽ കയറിയിട്ട് അവർ പറയൂ അങ്ങനെയാണോ, കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? യെസ്, എന്തൊക്കെയാണ് നിങ്ങൾ എക്യുപ്മെന്റ്സ് കണ്ടിരിക്കുന്നത് അവിടെ? ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകും, അതുപോലെ എന്തൊക്കെയാണ് കൺസ്യൂമബിൾ എക്യുപ്മെന്റ് നമ്മുടെ അത്യാവശ്യം നമ്മൾ ഉപയോഗിക്കുന്ന ആ ഉപകരണങ്ങൾ, മതിയായിട്ടുള്ള ഉപകരണങ്ങൾ കേട്ടോ. അതായത് ഇതുപോലെ എന്തൊക്കെയാണ് ഇപ്പോ ബെഡിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, കുറച്ച് ഹൈറ്റ് ഉള്ള ബെഡുകളും കാര്യങ്ങളും മറ്റ് എക്യുപ്മെന്റുകൾ. ഇതുപോലെ നമ്മള് എന്താ പറയാ, നമ്മള് ലേബർ റൂമിൽ കിടക്കുന്ന പേഷ്യൻസിന്റെ ഇടയ്ക്ക് ഡോക്ടർ വന്നിട്ട് കുഞ്ഞിന്റെ അടക്കം നോക്കുന്ന ഒരു ഡോക്ടർ ഒരു മെഷീൻ ഒക്കെ ഉണ്ട് ഇല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ഡോപ്ലർ മെഷീൻസില് അത് നമ്മുടെ കുഞ്ഞിന്റെ അണുക്കളൊക്കെ ഒരു ഗ്രാഫ് പോലെയൊക്കെ ചെയ്തെടുക്കും അല്ലെ? ഡോപ്ലോഗ്രാഫ് ഒക്കെ ഉണ്ട് ഇല്ലേ? ഗ്രാഫ് പോലത്തെ ഒരു മെഷീൻ ഉണ്ട്. അങ്ങനെ ഒത്തിരി മെഷീൻസും കാര്യങ്ങളും അവിടെ അവൈലബിൾ ആണ്, എക്യുപ്മെന്റ്സ്. ഓക്കെ, ഓക്കെ. ECG പോലത്തെ ടൈപ്പ് ECG അല്ല, അത് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് രേഖപ്പെടുത്തുന്ന ഒരു ഗ്രാഫാണ്. അപ്പൊ അത് ഡോപ്ലോഗ്രാഫ് ആണ്. അത് അവിടെ ഗ്രാഫിൽ അത് എത്രത്തോളം ഹൃദയമിടിപ്പ് ഉണ്ടെന്ന് കാണിക്കും. ഓക്കെ, അപ്പൊ ലേബർ റൂമിന്റെ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? ലേബർ റൂം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബർത്തിങ് യൂണിറ്റ്. ദെൻ LDR, ലേബർ ഡെലിവറി റിക്കവറി റൂം. ചില ഹോസ്പിറ്റലുകളിൽ LDRP എന്ന് കൂടി അറിയപ്പെടുന്നു. ഓക്കെ, അവിടെ വരെ ഒന്ന് വായിച്ചു നോക്കാമോ? ഇൻട്രൊഡക്ഷൻ തുടങ്ങി ഇപ്പൊ നമ്മൾ പറഞ്ഞ ഭാഗം വരെ ഒന്ന് വായിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. എന്താണെന്നൊരു ധാരണ കിട്ടുന്നോട്ട് ഇത് വായിക്കുമ്പോൾ ലേബർ റൂം എന്താണ് പറയാത്തവരുണ്ടാവുമല്ലോ. എക്സ്പീരിയൻസ്ഡ് ആയവർക്ക് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പക്ഷെ ഇനിയിപ്പോ ഈ കൂടുതൽ സ്റ്റുഡൻസിന് ഇപ്പൊ ബോയ്സും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അല്ലെ? എങ്കിലും ഒട്ടും അറിയാത്തവർക്കൊക്കെ ആണെങ്കിൽ ഇത് വായിക്കുമ്പോൾ ഒരു ധാരണ കിട്ടണേ എന്തൊക്കെയാണെന്നുള്ളത്. നമ്മൾ പഠിക്കാൻ പോകുന്നതിന് കുഴപ്പമില്ല, പഠിക്കുന്നുള്ളൂ. വായിച്ചു നോക്കണേ, അവിടെ വരെ വായിക്കാട്ടെ. നമ്മളിപ്പോ വായിച്ചു നിർത്തിയത് വരെ നോക്കാം. മെറ്റേണിറ്റി വാർഡില് ശ്രദ്ധേയമായിട്ടുള്ള ഏരിയകളാണ് പറഞ്ഞിരിക്കുന്നത്. മെറ്റേണിറ്റി വാർഡിലെ ഏരിയകൾ ഏതൊക്കെയാണെന്നാണ് ആ 5 പോയിന്റ്സ് പറഞ്ഞിരിക്കുന്നത്. നോട്ടബിൾ എന്നല്ല, നോട്ടബിൾ എന്നാണ് അവിടെ ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. മെറ്റേണിറ്റി വാർഡിലെ ഏരിയകളാണ് കേട്ടോ, അത്ര നോക്കിയാൽ മതി. നിങ്ങൾക്ക് തന്നിരിക്കുന്ന പോയിന്റ്സ് മാത്രം പഠിക്കുക. നമുക്ക് വേറെ എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയില്ല. നമുക്ക് അധികം എക്സ്പ്ലനേഷൻ വേണ്ടാത്തത് നിങ്ങൾ പഠിക്കേണ്ട ആളുകൾ ആ പോയിന്റ് ഔട്ട് ചെയ്ത് തന്നെ പഠിച്ചോളൂ കേട്ടോ. വേറെ ഇല്ലെന്ന് നമുക്ക് ടൈപ്പോ അങ്ങനെ എഴുതാനൊന്നും വരുന്നില്ലല്ലോ. കുറെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ലേബർ റൂമിന്റെ ഒരു തുടക്കം കാര്യങ്ങളൊക്കെ അറിയാം അല്ലെ? അത്യാവശ്യം എനിക്ക് തോന്നുന്ന ഒരുവിധം പേർക്ക് അറിയാൻ പറ്റും അല്ലെ? ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് തന്നെ പഠിക്കാം. ബർത്തിങ് യൂണിറ്റ് ചോദിക്കാറുണ്ട്, അതുപോലെ LDRP കേട്ടോ.
വായിച്ചോ? കംപ്ലീറ്റ് ആയോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ലൊക്കേഷൻ എവിടെയാണ് ശരിക്കും നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഈ ലേബർ റൂം ഒക്കെ കണ്ടിരിക്കുന്നത്? എവിടെയായിട്ടായിരിക്കും ലേബർ റൂം സ്ഥിതി ചെയ്യുന്നത്? ലൊക്കേഷൻ എവിടെയാണ്? ഗ്രൗണ്ടിലുണ്ട്. ഓക്കെ, എല്ലാ ഹോസ്പിറ്റലിൽ ഗ്രൗണ്ടിലായിരിക്കണമെന്നില്ല. ഓക്കെ, ഫസ്റ്റ് ഫ്ലോറിലോ സെക്കൻഡ് ഫ്ലോറിലോ മറ്റൊക്കെ ആയിരിക്കും അല്ലെ ഒരു ലേബർ റൂം എന്ന് പറഞ്ഞ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് എങ്ങനെയാണ്? ഒരു ഭയങ്കര ക്രൗഡ് ആയിട്ടുള്ള ആ ഒരു സ്പേസിലായിരിക്കോ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്? കമന്റ് ഇട്ടിട്ടുണ്ട്. അധികം ആളുകളൊന്നും ഇല്ലാത്ത ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ഏരിയ ആയിരിക്കും അല്ലേ? അല്ല, ഭയങ്കര ശാന്തമായിട്ടുള്ള സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കും ഈ പറഞ്ഞ ലേബർ റൂമും ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ. നമുക്ക് നോക്കുമ്പോൾ ചിലപ്പോ ഒരു പേടി പോലെ തോന്നും ഇല്ലേ? തോന്നാറുണ്ടോ? പേടിയല്ല, ഒരു അനക്കമൊന്നുമില്ല, ഒച്ചനക്കമൊന്നുമില്ല അല്ലെ? ഒരു ഭയങ്കര ഒരു നിഗൂഢത പോലെ തോന്നുന്ന ഒരു ഏരിയയിലായിരിക്കും മിക്കപ്പോഴും ഈ ഓപ്പറേഷൻ തിയേറ്ററും അതുപോലെ ഈ നമ്മുടെ ഈ ലേബർ റൂം എന്നൊക്കെ പറയുന്നത് അല്ലെ. പുറത്ത് ബൈസ്റ്റാൻഡറൊക്കെ ഇരിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ലൊക്കേഷൻ ആണ് വേണ്ടി പറയാൻ പോകുന്നത്. Okay, this section should be located in convenient but isolated area. അല്ലെ, ഇത് located in convenient, അതായത് എന്താണ്? സൗകര്യപ്രദമായിരിക്കും, കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കും ഇത്. എന്താണ് അല്ലെ? മീൻസ് കൺവീനിയന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൗകര്യപ്രദമുള്ള ഒരു ഏരിയയിലായിരിക്കും. അതുപോലെ ഐസൊലേറ്റഡ് ആയിരിക്കും. നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഭയങ്കര ക്വയറ്റ് ആയിട്ട് ഭയങ്കര ഒരു ഒറ്റപ്പെട്ട ഒരു രീതിയിൽ ആയിരിക്കും അല്ലെ. അപ്പോ എന്താണ്? ഒരു ഐസൊലേറ്റഡ് ഏരിയയിലാണ്. Then the labor room remote must be reachable from the entrance of the department to study away from unnecessary specific while also providing privacy to patient. അല്ലെ, അതായത് എന്താണ്? നമുക്കറിയാം രോഗികൾക്ക് ഒരു പ്രൈവസി ഉണ്ടാവും അല്ലെ? പ്രൈവസി ഉണ്ടാവില്ലേ? അതായത് ഇതുപോലെ ഭയങ്കര ക്രൗഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ വരാൻ ചാൻസ് ഇല്ല. മിക്കപ്പോഴും ഇതുപോലെ ഒരു ക്വയറ്റ് ഏരിയയിലായിരിക്കും ഈ ഒരു ലേബർ റൂമും സ്ഥിതി ചെയ്തിരിക്കുന്നത്. അപ്പോ തന്നെ എന്താണ്? പേഷ്യൻസിനൊരു അവരുടേതായിട്ടുള്ള ഒരു പ്രൈവസി ഉണ്ട്. പിന്നെ എന്താണ്? ഒരു ചിലപ്പോ അത് എൻട്രൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കുറച്ച് ദൂരത്തിലൊക്കെ ആയിരിക്കാം. എൻട്രൻസിൽ കയറുന്ന തൊട്ട് കയറി ചെല്ലുമ്പോ തന്നെ ആയിരിക്കില്ല ലേബർ റൂം. അങ്ങനെയുണ്ട് എവിടെയെങ്കിലും? തൊട്ട് ഗ്രൗണ്ട് ഫ്ലോറിലാണ് എങ്കിൽ പോലും നമ്മൾ എൻട്രൻസിൽ നിന്ന് വരുമ്പോ അപ്പൊ തന്നെ ഒന്നും ആയിരിക്കില്ലല്ലോ, കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോ ഈ എൻട്രൻസിൽ നിന്ന് വരുന്നതിന്റെ കുറച്ച് ദൂരത്താണെങ്കിലും പക്ഷെ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ദിവസത്തിലൊക്കെ ആയിരിക്കും. അത്ര ലോങ് ഡിസ്റ്റൻസ് അല്ലായിരിക്കും. ഓക്കെ, തൊട്ടടുത്തല്ല എങ്കിലും അത്ര ലോങ് ഡിസ്റ്റൻസിലും അല്ലായിരിക്കും. Then specific while also providing privacy നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. Then it should be not far from OT and surgical unit അല്ലെ. ഇത് അതിന്റെ അടുത്ത് തന്നെയായിരിക്കും, ഈ ലേബർ റൂമിന്റെ അടുത്ത് തന്നെയായിരിക്കും ഓപ്പറേഷൻ തിയേറ്ററും അതുപോലെ തന്നെ സർജിക്കൽ യൂണിറ്റ് ഒക്കെ അല്ലെ. മീൻസ് അടുത്ത് തന്നെ ആയിരിക്കും ഏകദേശം. കാരണം ഈ ലേബർ റൂമിൽ നിന്ന് അങ്ങനെ ഒത്തിരി പെയിനൊക്കെ വരുന്ന പേഷ്യൻസ് പെട്ടെന്ന് കോംപ്ലിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തിക്കല്ലേ. അതുകൊണ്ട് വലിയ ദൂരത്തിലല്ല, തൊട്ടടുത്ത് തന്നെയായിരിക്കും OT എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഓപ്പറേഷൻ തിയേറ്റർ അത് മനസ്സിലായില്ലേ? OT. ഓക്കെ, അപ്പോ എന്താ? ലേബർ റൂമിന്റെ തൊട്ട് അടുത്ത് തന്നെയായിരിക്കും ഈ ഓപ്പറേഷൻ തിയേറ്ററും മറ്റ് സർജിക്കൽ യൂണിറ്റും. ഓക്കെ, then while facilitating the movement of patient, avoiding cross pollution. ഇവിടെ വേറെ ആർക്കും വേറെ ആർക്കെങ്കിലും തോന്നിയ പോലെ എല്ലാവർക്കും പോയിട്ട് ലേബർ റൂമിൽ കയറാൻ പറ്റുമോ? അതിന് അനുമതിയുണ്ടോ? ഇല്ല. പുറത്തുനിന്ന് അങ്ങനെ ആരെയും ലേബർ റൂമിലേക്ക് കയറ്റാറില്ല. ആ നഴ്സിംഗ് സ്റ്റാഫ് മാത്രം ഉണ്ടാവുള്ളൂ, പിന്നെ പേഷ്യന്റ് ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടാണ് അത് നോക്കാം. അവോയ്ഡിങ് ക്രോസ് പൊല്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇങ്ങനെ ആളുകളെ കയറ്റാത്തത്. മീൻസ് ക്രോസ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫെക്ഷൻസും മറ്റും കാര്യങ്ങളൊക്കെ വരും അല്ലെ. ഇപ്പൊ ഒരാൾക്ക് എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ ഈ ലേബർ റൂമിൽ കിടക്കുന്ന പേഷ്യൻസിന് ചിലപ്പോൾ അങ്ങനെ കയറുമ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വരുന്ന ഇൻഫെക്ഷൻസും പൊല്യൂഷൻസും അതിനെയാണ് ഈ ക്രോസ് പൊല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഫെക്ഷൻസ് ഒക്കെ ഇല്ലേ, ഇപ്പൊ എന്തെങ്കിലും അസുഖങ്ങളോ മറ്റു തരത്തിൽ വല്ല വൈറസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആരെയും അതിൽ അലൗഡ് അല്ല അല്ലെ. അതേഴ്സ് ആയിരിക്കും എപ്പോഴും ഉണ്ടാവുന്നത് അല്ലെ. സ്റ്റാഫുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരും അതില് അങ്ങനെ ലേബർ റൂമിൽ കയറ്റാറില്ല. ഓക്കെ, ക്ലിയർ ആയ? ഇത്രയും നമ്മൾ പറഞ്ഞു ഐസൊലേറ്റഡ് ഏരിയയിലാണ് അല്ലെ. അതായത് എന്താണ്? സൗകര്യപ്രദമായിട്ടുള്ള ഒരു ഏരിയ ആണ്, എങ്കിലും കുറച്ചും കൂടി ഒറ്റപ്പെട്ട ഒരു ഏരിയ ആയിരിക്കും.
പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, എൻട്രൻസിൽ നിന്നും തൊട്ടടുത്തല്ല എങ്കിലും വലിയ ഡിസ്റ്റൻസിലൊന്നും വരില്ല. ദെൻ പിന്നെന്താ നമ്മൾ പറഞ്ഞത്, അതിന്റെ അടുത്ത് തന്നെ ആയിരിക്കും ഓപ്പറേഷൻ തിയേറ്ററും അതുപോലെ സർജിക്കൽ യൂണിറ്റും. ദെൻ നമ്മൾ പറഞ്ഞു വേറെ ആരെയും അതിലങ്ങനെ പ്രവേശനമില്ല, അതുകൊണ്ട് ക്രോസ് പൊല്യൂഷൻസും മറ്റും ഇൻഫെക്ഷൻസും മറ്റും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വേറെ ആരെയും നമ്മൾ ഈ ലേബർ റൂമിലേക്ക് കയറ്റാത്തത്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, നിങ്ങൾക്കറിയാം, കുറച്ചൊക്കെ അറിയാലോ, അതാണ് ഇതിന് അധികം എക്സ്പ്ലനേഷൻ വേണ്ടാലോ. ദെൻ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ലൊക്കേഷൻ വായിക്കാം, ലൊക്കേഷൻ വായിച്ചു നോക്കാം കേട്ടോ. ലൊക്കേഷൻ വായിക്കാം. കംപ്ലീറ്റ് ലൊക്കേഷൻ. ലൊക്കേഷൻ എക്സാമിന് ചോദിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, കാരണം നമ്മൾ എല്ലാ യൂണിറ്റും പഠിക്കുമ്പോ ഓരോ സെക്ഷനും പഠിച്ചു. ലൊക്കേഷൻ നമ്മൾ പഠിച്ചില്ലേ? പഠിച്ചോ? ഇപ്പൊ OPയുടെ ലൊക്കേഷൻ പഠിച്ചു അല്ലേ? ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം, വലിയ ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല കേട്ടോ. അത് സ്കിപ്പ് ചെയ്യേണ്ടതാണ്, സ്കിപ്പ് ചെയ്യരുതും വായിക്കണം, മനസ്സിലാക്കാം. അത് നമുക്ക് മനസ്സിലായി. ഇത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. ലൊക്കേഷൻ പഠിച്ചില്ലേ? നമ്മളിപ്പൊ തന്നെ പഠിച്ചോ ലൊക്കേഷൻ എവിടെയാണെന്നൊന്ന് അറിഞ്ഞിരുന്ന. ഓക്കെ, നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് മാർക്ക് ചെയ്യുക, ഒന്ന് പഠിക്കുക കേട്ടോ. സർജിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സർജറി മറ്റും പെട്ടെന്ന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരില്ലേ, സർജറികളൊക്കെ, അതിനെയാണ് സർജിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ദെൻ നോട്ട്ബുക്ക് ഉണ്ടോ കയ്യില? നോട്ട്ബുക്ക് ഉണ്ടോ? ഓക്കെ, നിങ്ങളൊന്ന് നോട്ട്ബുക്ക് എടുത്തോളൂ. നമുക്ക് ചെറിയ കുഞ്ഞു പോയിന്റ് ആയിട്ടൊന്ന് എഴുതി വെച്ചേക്കാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കുഞ്ഞു പോയിന്റ് ആയിട്ട് എഴുതാം. ഓക്കെ, നോട്ട്ബുക്കും പെണ്ണും എടുക്കുക, പെട്ടെന്നാവട്ടെ. എന്തായാലും നമുക്ക് ലാസ്റ്റ് തന്നെ എഴുതാം. നിങ്ങൾ ബുക്ക് കയ്യിൽ വെച്ചോളൂ കേട്ടോ. ലാസ്റ്റ് ഞാൻ എഴുതിക്കാം കേട്ടോ. നെക്സ്റ്റ് ഒന്ന് എടുത്തേക്കാം. ലാസ്റ്റ് ഞാൻ നോട്ട് ചെയ്ത് തരാം കേട്ടോ. എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഉള്ളത് നമുക്ക് ചെറുതായിട്ടൊക്കെ എഴുതിയെടുക്കാം. കയ്യില് സൈഡിൽ വെച്ചോളൂ, ബുക്കും കയ്യില്. ഓക്കെ, അപ്പൊ നമ്മള് ലൊക്കേഷൻ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസൈൻ. എങ്ങനെയൊക്കെയാണ് ആ ഒരു റൂം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ആ റൂമില് എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം. Labor rooms must be enough size with large doors allowing passage of the blood or structure with attendance. അല്ലെ? എങ്ങനെയാണ് മറ്റേ എന്താ പറയാ, ലേബർ റൂം എന്ന് പറഞ്ഞാല് വലിയ റൂമാണോ ചെറിയ റൂമാണോ? നോർമലി ഒരു ഹോസ്പിറ്റലിന്റെ റൂമിന്റെ അത്ര ഉള്ളതാണോ ഒരു ലേബർ റൂം എന്ന് പറയുന്നത്? എങ്ങനെയാണ്? പറയൂ, നിങ്ങൾക്ക് അറിയാവുന്നവര് പറയൂ. അല്ല, ഓക്കെ, വലിയ റൂമാണ് അല്ലെ. ഒരു മീൻസ് ഒരു ഡോർമെറ്ററി ഒക്കെ പോലെ ഒരു വാർഡ് പോലത്തെ ഒരു നീളത്തില് വലിയൊരു റൂമാണ് അല്ലെ. അവിടെ എന്തൊക്കെയാണ്? പിന്നെ ഒരു ലാർജ് ഡോർ ആയിരിക്കും അല്ലെ. അതിന്റെ എന്താ പറയാ, ഒരു ലാർജ് ഡോർ അല്ലേ, വലിയ ഡോർ അല്ലേ, മറ്റേ ഗ്ലാസ് ടൈപ്പ് ഈ പുഷ് ചെയ്യണ അങ്ങനത്തെ ടൈപ്പ് ഡോർ ആയിരിക്കും അല്ലെ. വലിയ ഡോറും വലിയൊരു റൂം തന്നെയാണ്. അതുപോലെ തന്നെ ബെഡുകളുണ്ട്, സ്ട്രക്ചറും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ഫുൾ ബെഡ് സിസ്റ്റം ഉണ്ടാവും. ഒരു 5 or 10 പേഷ്യൻസിന് കിടക്കാൻ സജ്ജമാക്കിയിരിക്കുന്ന ബെഡുകളും കാര്യങ്ങളും അവൈലബിൾ ആയിരിക്കും അല്ലെ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ബെഡ് സ്ട്രക്ചർ വ്യത്യാസം ഉണ്ടാവും. അപ്പോ നമ്മൾ പറഞ്ഞ ഒരു വലിയ റൂമാണ്. വാർഡ് പോലെയൊക്കെ തന്നെ ഇരിക്കും അല്ലെ. ഏകദേശം ഒരു പേഷ്യൻസിന് മാത്രമല്ലോ, 1 or 2 പേഷ്യൻസ്, 1 or 2 അല്ല, ഒരു മിനിമം 5 പേഷ്യൻസ് എങ്കിലും മിനിമം ഉണ്ടാവും അല്ലെ. Then നമുക്ക് നോക്കാം. The labor room complex should have enough light
power backup, ventilation, triage area, clean utility area, autoclaved supplies, and common supplies such as towels, linen, etc. അല്ലെ നോക്കാം എന്തൊക്കെയാണ് നമ്മൾ ലേബർ റൂമിൽ കണ്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്? പറയൂ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ പറയൂ, എന്തൊക്കെയാണ് ലേബർ റൂമിൽ നിങ്ങൾ കണ്ടിരിക്കുന്നത്? നമ്മൾ പറഞ്ഞു നല്ലൊരു ലൈറ്റിംഗ് സിസ്റ്റം ഉണ്ട് അല്ലെ, അതായത് അത്യാവശ്യം നല്ല ട്യൂബുകളും നല്ലൊരു ലൈറ്റ് ഉണ്ടാവും ഇല്ലേ? ഭയങ്കര ഇരുട്ട് പിടിച്ച് ലൈറ്റ് ഇടാണ്ടൊന്നുമില്ലല്ലോ അതിന്റെ ഉള്ളില്, ആണോ? ആണോ അല്ലെ? ഫുൾ ലൈറ്റിംഗ് ആയിരിക്കും, ഫുള്ള് എന്താ പറയാ ട്യൂബും നല്ലൊരു വെളിച്ചമുള്ള ഒരു പവർ ലൈറ്റ് ഒക്കെ ഉണ്ടാവും അല്ലെ. വെന്റിലേഷൻസ് ഉണ്ടാവില്ലേ? വെന്റിലേഷൻസ് നല്ല രീതിയിൽ വായു സഞ്ചരിക്കാനുള്ള വെന്റിലേഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ പവർ ബാക്കപ്പ് എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ മീൻസ് കറണ്ട് ഒക്കെ ജനറേറ്ററും മറ്റും സജ്ജീകരണങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുപോലെ വെന്റിലേഷൻസ് ഉണ്ടാവും അല്ലെ, വെന്റിലേഷൻസ് ഉണ്ട്. ലൂമിനേറ്റിംഗ് ഒക്കെ വെന്റിലേഷൻസും സൗകര്യങ്ങളും ഉണ്ടാവും. ദെൻ പിന്നെ എന്തൊക്കെ ഉണ്ടാവും? ട്രയേജ് ഏരിയ. എന്താ ട്രയേജ് ഏരിയ? ട്രയേജ് മീൻസ് കേട്ടിട്ടുണ്ടോ? ട്രയേജ് ഏരിയ, ട്രയേജ് പെട്ടെന്നുള്ള സഡൻ ട്രീറ്റ്മെന്റിനുള്ള ഒരു ഇതാണ് കേട്ടോ. സഡൻ ട്രീറ്റ്മെന്റിന്റെയാണ് നമ്മൾ ട്രയേജ് ഏരിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്തൊക്കെ ഉണ്ടാവും? ക്ലീൻ യൂട്ടിലിറ്റി അല്ലെ, നല്ല വൃത്തിയായിരിക്കില്ലേ? ക്ലീൻ ഒക്കെ ആയിരിക്കൂലേ? ആണോ? നിങ്ങൾ പറയൂ, ക്ലീൻ ആണോ? യെസ്. പിന്നെ എന്തൊക്കെയുണ്ട് വേറെ? നിങ്ങൾ കണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയൂ, കമന്റ് ചെയ്തോളൂ. എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടാവും അതിനുള്ളിൽ ഇല്ലേ? മീൻസ് സ്റ്റാഫ് അല്ലാതെ, നഴ്സിംഗ് സ്റ്റാഫ് അല്ലാതെ ഒരു ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടാവും. കണ്ടിട്ടുണ്ടോ ക്ലീനിങ് സ്റ്റാഫിനെ? എക്യുപ്മെന്റ്സ് കീപ് ചെയ്യുന്ന ടേബിൾസ് ഉണ്ട്. ദെൻ യൂണിഫോം ഉണ്ട്. ദെൻ പിന്നെ എന്തൊക്കെയുണ്ട്? വേറെ എന്തൊക്കെ ഉണ്ടാവും? ഇത്രയുള്ളോ? എക്യുപ്മെന്റ് ഉണ്ടോ? എക്സ്ട്രാ ലിനൻ, കോട്ടൺ ടൈപ്പ് അങ്ങനെയുള്ള തുണികളൊക്കെ ഉണ്ടാവും അല്ലേ? ഓക്കെ. മോണിറ്ററിംഗ് ഡിവൈസ് ഉണ്ട്. ബാത്റൂം സൗകര്യം ഉണ്ട്. ഓക്കെ, മോണിറ്ററിംഗ് ഡിവൈസ് ഉണ്ട്. സ്റ്റോറേജ് ഏരിയ ഉണ്ടാവും അല്ലെ? ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. The living room complex should have enough light, power backup എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോ എന്തെങ്കിലും മീൻസ് ഇതുപോലെ സഹായകമായിട്ടുള്ള പറയില്ലേ? ദെൻ വെന്റിലേഷൻസ് ഉണ്ടാകും. അതുപോലെ ട്രയേജ് ഏരിയ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള ചികിത്സക്കുള്ളത്. ഇപ്പൊ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റിനുള്ള ഏരിയയാണ് ട്രയേജ് ഏരിയ. ദെൻ ക്ലീനിങ് യൂട്ടിലിറ്റി, ഒരു ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടാവും. നഴ്സിംഗ് സ്റ്റാഫിന് അല്ലാതെ ഒരു ക്ലീനിങ് സ്റ്റാഫ് ലേബർ റൂമിൽ ഉണ്ടായിരിക്കും. ആളെപ്പോഴും ക്ലീൻ ചെയ്യും അവിടെ ഇല്ലേ? അങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടോ ലേബർ റൂമിലെ ക്ലീനിങ് സ്റ്റാഫ്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? എയർ കണ്ടീഷൻഡ് റൂം ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഫുൾ ക്ലീൻ ആയിരിക്കും. ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ ആണ്. ദെൻ ഓട്ടോക്ലേവ്ഡ് സപ്ലൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓട്ടോക്ലേവ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മറ്റേ നമ്മള് ശേഖരണം അതിന് ആവശ്യമായിട്ടുള്ള മെഷീൻസും കാര്യങ്ങളൊക്കെ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള അതായത് സ്റ്റെറിലൈസ്ഡ് ചെയ്തിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സും സ്റ്റെറിലൈസ്ഡ് ആയിരിക്കും ഇല്ലേ? നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലും അതുപോലെ ലേബർ റൂമിലും അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ എപ്പോഴും എന്ത് ചെയ്യുന്നതാണ്? സ്റ്റെറിലൈസ്ഡ് ചെയ്തിട്ടുള്ള എക്യുപ്മെന്റ്സ് ആയിരിക്കും. അപ്പൊ ഓട്ടോക്ലേവ്ഡ് സപ്ലൈസ്, അതുപോലെ തന്നെ കോമൺ സപ്ലൈസ് ഉണ്ടാവും. അതുപോലെ ടവൽസും അതില് ലിനൻസ് അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടാവും അല്ലെ? ദെൻ നോക്കാം. This area should be designed to block out sound അല്ലെ? നമുക്ക് ലേബർ റൂമിൽ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുമ്പോ പുറത്തുനിന്നുള്ള സൗണ്ട്സ് തന്നെ കേൾക്കാൻ പറ്റുമ്പോഴത്തേക്ക് അങ്ങനെ കേൾക്കാറുണ്ടാവില്ല? ഡിസ്റ്റർബ് ആയിട്ട് വരുന്ന സൗണ്ട്സുകളോ അല്ലെങ്കിൽ പുറത്തെ സൗണ്ട്സോ ഇല്ല അല്ലെ? അപ്പൊ അതിനുള്ള മീൻസ് അതായത് പുറത്ത് ശബ്ദം തടയുന്ന തരത്തിലുള്ള രൂപകൽപ്പന ചെയ്തിട്ടുള്ള റൂമുകളാണത് അല്ലെ? അതായത് പുറമേ നിന്നും ഒരു തരം സൗണ്ട് പോലും എന്ത് ചെയ്യില്ല, അകത്തേക്ക് പാസ് ചെയ്യില്ല. അത്തരത്തിലുള്ള സജ്ജീകരണമാണ്
ആ ഒരു റൂം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെ. Then ensuring that the patient can experience optimal comfort and relaxation അല്ലെ. അപ്പൊ പേഷ്യൻസിന് രോഗികൾക്ക് അവർക്ക് ഒരു മികച്ച ഒരു കംഫോർട്ട് കിട്ടാനും ആ ഒരു എന്താ പറയാ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള റൂമുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് അല്ലെ. ഭയങ്കര നമ്മള് ചിലപ്പോ ഭയങ്കര അറിയാലോ ആ ഒരു സിറ്റുവേഷൻസിലായിരിക്കും കിടക്കുന്നത്, ഭയങ്കര ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഇതിലൊക്കെ. അതിന്റെ ഇടയിൽ പുറത്തുള്ള കലകൾ സൗണ്ടുകൾ അങ്ങനെയെങ്കിലും കേൾക്കുമ്പോൾ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും, പേഷ്യന്റിന്റെ അവസ്ഥ അല്ലെ, വളരെ ദയനീയമാണ് അല്ലെ. സോ അതുകൊണ്ട് അത്തരത്തിലുള്ള റൂമാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കുറെ ഡിസ്റ്റർബൻസ് മറ്റും ഒന്നും അകത്തേക്ക് കിടക്കാത്ത രീതിയിലുള്ള ഒരു സജ്ജീകരണമാണ് നമ്മൾ ചെയ്തത് ഒരു ലേബർ റൂമിൽ സജ്ജമാക്കിയിരിക്കുന്നത്. Then facilities for examination, preparation and observation are also available അല്ലെ. അതുപോലെ തന്നെ എന്താണ് നിരീക്ഷണം, അതുപോലെ എന്താ നമ്മൾ പറഞ്ഞ പ്രിപ്പറേഷൻ, അതായത് നമ്മൾ ഡെലിവറിക്ക് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്യുന്നു, അതോടൊപ്പം നിരീക്ഷണം. എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് വിലയിരുത്തുന്നു, മീൻസ് നമ്മുടെ ടെമ്പറേച്ചറും ടെമ്പറേച്ചറുള്ള BP മറ്റു കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ. ഒബ്സർവേഷൻ ഒക്കെ അവിടെ അവൈലബിൾ ആണ് അല്ലെ. നമ്മൾ ഒരുക്കുകയാണ്, നമ്മൾ അതിന് വേണ്ടിയിട്ട് ഡെലിവറിക്ക് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ അതാണ് ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഡിസൈൻ ഒന്ന് വായിക്കാം, വേറൊന്നുമില്ല. നമ്മൾ റൂമിൽ കാണുന്നത് എങ്ങനെയൊക്കെയാണ് റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. വലിയ റൂമുകളായിരിക്കും, വലിയ ഡോർ സെറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല ലൈറ്റും കാര്യങ്ങളുണ്ട്, വെന്റിലേഷൻസ് ഉണ്ട്, എപ്പോഴും ട്രൈ ചെയ്യുകയുണ്ട്, ക്ലീൻ ആയിരിക്കും, ഒരു ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടായിരിക്കും. ദെൻ പുറമേന്ന് വേറെ സൗണ്ട്സ് ഒന്നും കേൾക്കില്ല, കാമൻ ക്വൈറ്റ് ആയിരിക്കും അതിൻ്റെ ഉള്ളില്. സോ ഇതിനാലാണ് പേഷ്യൻസിന് റിലാക്സേഷനും ഒരു കംഫോർട്ട് ലഭിക്കാനായിട്ടാണ് ഇങ്ങനെ നമ്മൾ റൂം സജ്ജീകരിച്ചിരിക്കുന്നത്. നമ്മൾ അവിടെ കിട്ടുന്ന ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞത് നമ്മൾ എക്സാമിനേഷൻ ചെയ്യും, അതുപോലെ ഡെലിവറിക്ക് വേണ്ടി പേഷ്യന്റിന്റെ പ്രിപ്പറേഷൻ ആക്കുകയും ആളെ എന്ത് ചെയ്യുന്നു, ഒബ്സർവേഷൻ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇത് നിങ്ങൾ വായിച്ചോളൂ, ഡിസൈൻ വായിക്കാം, ഡിസൈൻ വായിച്ചോളൂ കേട്ടോ. ഡിസൈൻ വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ബ്ലഡ് പ്രഷർ ഓക്കെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അവർ ചെക്ക് ചെയ്യാറുണ്ട് അല്ലെ. BP ഇതൊക്കെ നോർമൽ ആവുന്ന ടൈമില് കുഞ്ഞിന്റെ അനക്കം നോക്കുന്നതാണ് ഡോപ്ലർ മെഷീൻ എന്ന് പറഞ്ഞൊരു മെഷീൻ ഉണ്ട് അല്ലെ. അത് വെച്ച് നോക്കിയിട്ടാണ് ഡോപ്ലർ ഗ്രാഫിൽ അത് ഗ്രാഫായിട്ട് കാണിക്കും. മോണിറ്ററൈസ് ചെയ്തിട്ട് ഗ്രാഫ് ECG ഒക്കെ പോലെ തന്നെ ഒരു ഗ്രാഫായിട്ടാണ് കാണിക്കുന്നത്. യൂറിനറി ട്യൂബ് ഒക്കെ ഇടും അല്ലെ. ഓക്കെ, വായിച്ചോ? ഡിസൈൻ നോക്കിയോ? എല്ലാവരും വായിച്ചോളൂ കേട്ടോ, സെക്ഷൻ നമുക്ക് എടുക്കാം. കംപ്ലീറ്റ് ആയോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇത് IDR അല്ല കേട്ടോ, LDR എന്നൊന്നും ആക്കണേ. IDR എന്നാണ് നിങ്ങളുടെ കോപ്പിയിൽ കിടക്കുന്നത് അല്ലെ. അപ്പൊ അതൊന്ന് LDR ആക്കട്ടോ, നമ്മൾ പഠിച്ചു കഴിയുമ്പോ. LDR ലേബർ, ഡെലിവറി, റിക്കവറി കേട്ടോ. ലേബർ, ഡെലിവറി ആൻഡ് റിക്കവറി. ഓക്കെ, LDR ലേബർ, ഡെലിവറി ആൻഡ് റിക്കവറി. ഓക്കെ, അപ്പോ നമുക്ക് ഈ ലേബർ റൂമിനെ നമ്മൾ 3 ആയിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. 3 സോണുകളായിട്ടാണ് പറയുന്നത്.
ഓരോ സോണിലും എന്തൊക്കെ ഏരിയ ആണ് വരുന്നത് എന്നാണ് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. ഫസ്റ്റ് വൺ, അൺസ്റ്റെറൈൽ സോൺ. അൺസ്റ്റെറൈൽ സോൺ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റെറൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ സ്റ്റെറൈൽ എന്ന് പറഞ്ഞാല്? സ്റ്റെറിലൈസേഷൻ ചെയ്യുക എന്ന് പറയില്ലേ? എന്താ സ്റ്റെറൈൽ ചെയ്യുക? അണുവിമുക്തമാക്കുക. അപ്പൊ അൺസ്റ്റെറൈൽ എന്ന് പറഞ്ഞാലാ? അൺസ്റ്റെറൈൽ എന്തായിരിക്കും? അണുവിമുക്തമാക്കാത്തത് അല്ലെ? അതായത് മീൻസ് അതിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ എന്തൊക്കെയാണ് അൺസ്റ്റെറൈൽ സോണിൽ വരുന്നത് നോക്കാം കേട്ടോ. അൺസ്റ്റെറൈൽ സോൺ നോക്കാം. കൺസിസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, വെയിറ്റിംഗ് ഏരിയ, പബ്ലിക് യൂട്ടിലിറ്റി ഏരിയ അല്ലെ? അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, നഴ്സസും മറ്റും സ്റ്റാഫുകളിൽ ഇരിക്കുന്ന മീൻസ് മറ്റു ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യുന്ന ഒരു ഏരിയ. അതുപോലെ വെയിറ്റിംഗ് ഏരിയ, നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ. ദെൻ പബ്ലിക് യൂട്ടിലിറ്റി ഏരിയ, കുറച്ച് പബ്ലിക്കിന്റെ ഒരു പ്രാധാന്യമുള്ള ഒരു ഏരിയ ഇല്ലേ? പബ്ലിക് ഇരിക്കുന്ന മറ്റു ജനങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു ഏരിയ. അതൊന്നും സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ടാവില്ല, നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ? കോമൺ ആയിട്ട് പറയണമെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യാത്തതാണ് വെയിറ്റിംഗ് ചെയ്യുന്ന ഒരു ഏരിയ. അവിടെ ഒന്നും സ്റ്റെറിലൈസിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. അപ്പൊ അതൊന്ന് പഠിക്കുക. അഡ്മിനിസ്ട്രേറ്റീവ്, വെയിറ്റിംഗ് ഏരിയ, പബ്ലിക് യൂട്ടിലിറ്റി, ഇവ മൂന്നുമാണ് അൺസ്റ്റെറൈൽ സോണിൽ ഉൾപ്പെടുന്നത്. ഓക്കെ. സെക്കൻഡ് വൺ, ആ പേരുകൾ മാത്രം പഠിച്ചാൽ മതി, എക്സ്പ്ലനേഷൻ ഒന്നും പഠിക്കണ്ട. നമുക്ക് തന്നിരിക്കുന്ന പേരുകൾ ഏതൊക്കെയാണോ ഓരോ സോണിലും വന്നിരിക്കുന്നത്, ആ പേരുകൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ. പ്രൊട്ടക്റ്റീവ് സോൺ. പ്രൊട്ടക്റ്റീവ് സോണിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം കേട്ടോ. ചേഞ്ച് റൂം, പ്രീ ലേബർ റൂം, മെഡിസിൻ സ്റ്റോർ, ഡ്യൂട്ടി റൂം എക്സെട്ര. ചേഞ്ച് റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡ്രസ് ഒക്കെ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന ഒരു ചേഞ്ച് റൂം. അതുപോലെ പ്രീ ലേബർ റൂം മീൻസ് എന്താണ്? നമ്മള് ലേബർ മീൻസ് ഒരു പ്രീ എന്ന് പറഞ്ഞാൽ മുൻപ് അല്ലെ? അതായത് ലേബർ റൂമിലേക്ക് വരുന്നതിന് മുൻപ് തൊട്ട് മുൻപ് ഇതുപോലെ ഡ്രസ്സൊക്കെ ചേഞ്ച് ഒക്കെ ചെയ്ത് ദെൻ നമ്മളൊന്ന് എന്തെങ്കിലുമൊക്കെ മീൻസ് ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെക്കപ്പ് ഒക്കെ ചെയ്തു. അതാണ് പ്രീ ലേബർ റൂം. ദെൻ മെഡിസിൻ സ്റ്റോർ, ഡ്യൂട്ടി റൂം, മെഡിസിൻസ് ഒക്കെ സ്റ്റോർ ചെയ്തിട്ടുള്ള ആ ഒരു ഡ്യൂട്ടി റൂം. ഇതാണ് പ്രൊട്ടക്റ്റീവ് സോണിൽ ഉൾപ്പെടുന്നത്. ആ പേരുകൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, എക്സ്പ്ലനേഷൻ ഒന്നും വായിക്കണ്ട. പഠിച്ച പേര് മാത്രം ഒന്ന് പഠിക്കാം കേട്ടോ. അത് ഏതാണെന്ന് എക്സാമിന് ചോദിക്കുന്നത് ചിലപ്പോ ഇപ്പോ ഇന്ന് വരും നമുക്ക് ക്വസ്റ്റ്യൻ. എക്സാമിന് പറയുകയാണെങ്കിൽ ചേഞ്ച് റൂം, പ്രീ ലേബർ റൂം, മെഡിസിൻ സ്റ്റോർ റൂം, then identify which zone in LDR അല്ലെ? LDRലെ ഏത് സോണിലാണ് ഇവ ഉൾപ്പെടുന്നതെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ അതുകൊണ്ടാണ് ഓരോ സോണുകളിൽ എന്തൊക്കെയാണ് വരുന്നത് കൃത്യമായിട്ട് തന്നെ പഠിക്കണം. ഓക്കെ. അപ്പോ പ്രൊട്ടക്റ്റീവ് സോൺ നോക്കി. ഡെലിവറി സോൺ കൺസിസ്റ്റ്. ഇതൊക്കെയാണ് ഡെലിവറി സോണിൽ വരുന്നത് കേട്ടോ. ക്ലീൻ സപ്ലൈ റൂം അല്ലെ? അതായത് സപ്ലൈ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റൂം. സ്ക്രബ് സ്റ്റേഷൻ. എന്താ സ്ക്രബ് സ്റ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാമോ? സ്ക്രബ് സ്റ്റേഷൻ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടാം. സ്ക്രബ് സ്റ്റേഷൻ മീൻസ് സിങ്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? വാഷ്, അതായത് സിങ്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ? അതായത് ഈ എക്യുപ്മെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാനും മറ്റും ഓരോ എക്യുപ്മെന്റ്സ് ഒക്കെ കഴുകാനും സർജിക്കല് അതിനൊക്കെയാണ് സ്ക്രബ് സ്റ്റേഷൻ ഉദ്ദേശിക്കുന്നത്. ദെൻ ഡെലിവറി റൂം. ഡെലിവറി സോണിലാണല്ലോ ഡെലിവറി റൂം വരുന്നത്. ഓക്കെ. അപ്പൊ 3 സോണുകളും ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. ഒന്നുകൂടി പറയാം. അൺസ്റ്റെറൈൽ സോണിൽ വരുന്നത് എന്തൊക്കെയാ? കൺസിസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, വെയിറ്റിംഗ് ഏരിയ, പബ്ലിക് യൂട്ടിലിറ്റി എക്സെട്ര. ദെൻ പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നത് ചേഞ്ച് റൂം, പ്രീ ലേബർ റൂം, മെഡിസിൻ സ്റ്റോർ റൂം. ദെൻ ഡെലിവറി സോണിൽ വരുന്നത് എന്തൊക്കെയാ? ക്ലീൻ സപ്ലൈ റൂം, സ്ക്രബ് സ്റ്റേഷൻ, ഡെലിവറി റൂം എക്സെട്ര. ഇത് ഇങ്ങനെ തന്നെ പോയിന്റ് ആക്കി തന്നെ പഠിക്കാം. ഇതിൽ ഷോർട്ടാക്കി പറയാനായിട്ടില്ല, മാക്സിമം ഷോർട്ടാക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഇത്രയും ഭാഗം ഇന്ന് എടുക്കുന്നുള്ളൂ, അധികം കുറച്ച് ഇത്രയും പോലെ ഇന്ന് ഇത് തന്നെ നല്ല രീതിയിൽ പഠിച്ചിട്ട് പോലെ അടുത്തത് മതിയോ? ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ടീച്ചർ തുടങ്ങി വെച്ചിരിക്കുന്നത് അല്ലെ? ഓക്കെ. ദെൻ നിങ്ങൾ നോട്ട്ബുക്ക് എടുത്തല്ലോ. നോട്ട്ബുക്ക് എടുത്തോട്ടെ. ഇനി നോട്ട്ബുക്ക് എടുക്കുക. ഒരുപാട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബോറായിരിക്കും അല്ലെ? നമ്മൾ പുതിയൊരു ചാപ്റ്റർ ആണ് തുടങ്ങുമ്പോൾ തന്നെ ഒത്തിരി എടുത്തു പോയിട്ട് കാര്യമില്ല അല്ലെ? അത്യാവശ്യം നമുക്ക് കുറച്ച് ഭാഗം എടുക്കുന്ന ഭാഗം ക്ലിയർ ആക്കിയിട്ട് വേണം അടുത്ത ഭാഗത്തിലേക്ക് പോകാൻ അല്ലെ? ഞാൻ കുറെ ഇങ്ങനെ എടുത്തു കൂട്ടിയിട്ട് കാര്യമില്ല. എനിക്ക് 1 മണിക്കൂർ കൊണ്ട് എടുക്കാം നിങ്ങൾക്ക് അല്ലെ? അത്യാവശ്യം 1-2 പേജ് കവർ ചെയ്ത് പോവാം. പക്ഷെ വേണ്ട, നിങ്ങൾക്ക് സാവകാശം ഓരോ പോയിന്റും പഠിച്ചിട്ട് ശേഷം എന്ത് ചെയ്യുക? അടുത്തത് എടുക്കാം. ഓക്കെ. ഓക്കെ. അപ്പോ നിങ്ങള് നോട്ട്ബുക്ക് എടുത്തല്ലാങ്കിലും നോട്ട്ബുക്കും പേനയൊക്കെ എടുത്തോ. ചാപ്റ്ററിന്റെ പേര്
ഓക്കെ, ചാപ്റ്ററിന്റെ പേര് കൊടുക്കൂ, ലേബർ റൂം കൊടുക്കും കേട്ടോ. ചാപ്റ്റർ നെയിം കൊടുക്കാം, ലേബർ റൂം. ഓക്കെ, എഴുതാം. അങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ പോലെ ഞാൻ പറയുന്നില്ല, ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്ത് മാത്രം പറയുന്നുള്ളൂ കേട്ടോ. ഭയങ്കര കുറേ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ പോലെ നാല് വലിച്ച് എഴുതിയിട്ട് കാര്യമില്ല. നമുക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ പഠിക്കാൻ പറ്റണം അല്ലെ, ആ രീതിയിൽ നിങ്ങൾ എഴുതിയാൽ മതി. അപ്പൊ ഒരു സ്റ്റാർ പോയിന്റ് പോലെയോ അല്ലെങ്കിൽ എന്താ വന്നിട്ട് നമ്മളുടെ എന്തെങ്കിലും ചെയ്തോളൂ നിങ്ങൾക്ക് ഇഷ്ടം പോലെ. അപ്പൊ എഴുതാം, ലേബർ റൂം ഓൾസോ നോൺ ആസ്, ലേബർ റൂം ഓൾസോ നോൺ ആസ്. എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു ആരോ മാർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ, എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറെ എഴുതുമ്പോൾ നിങ്ങൾ വായിക്കില്ല ഇല്ലേ? കുറെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ തോന്നോ? തോന്നാറുണ്ട് അങ്ങനെ. കുറെ നമ്മളിങ്ങനെ നോട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കില്ല, നമ്മൾ നോക്കില്ല. സോ ഒറ്റ നോട്ടത്തിൽ വായിക്കാൻ പറ്റണം, പഠിച്ചെടുക്കാൻ പറ്റണം. അങ്ങനെ നമുക്ക് എഴുതാം. ഓക്കെ, ലേബർ റൂം ഓൾസോ നോൺ ആസ്, ഒരു ആരോ മാർക്ക്, വലിയൊരു ആരോ മാർക്ക് വരച്ചിട്ട് എഴുതാം, ബത്തിങ് യൂണിറ്റ് കേട്ടോ, ബത്തിങ് യൂണിറ്റ്. ലേബർ റൂം ഓൾസോ നോൺ ആസ് ബത്തിങ് യൂണിറ്റ്. ഓക്കെ, നെക്സ്റ്റ് എഴുതാ LDR. 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 എന്താ LDR? ലേബർ ഡെലിവറി ആൻഡ് റിക്കവറി. ലേബർ ഡെലിവറി ആൻഡ് റിക്കവറി. ലേബർ ഡെലിവറി ആൻഡ് റിക്കവറി. ഓക്കെ, നെക്സ്റ്റ് വൺ LDRP. ഒരു ആരോ മാർക്ക് ഇടാം, LDRP. LDRP എന്താ? LDRP ലേബർ ഡെലിവറി റിക്കവറി ആൻഡ് പോസ്റ്റ് പാർട്ടം. ഓക്കെ, ലൊക്കേഷൻ അങ്ങനെ എഴുതണമെന്തെങ്കിലോ? ലൊക്കേഷൻ കുഴപ്പമില്ലല്ലോ, വായിച്ചാൽ മനസ്സിലാകുമല്ലോ, വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. OT ഒന്ന് എഴുതിക്കോളൂ കേട്ടോ, വേണമെങ്കിൽ. OT ഓപ്പറേഷൻ തിയേറ്റർ. അറിയാത്തവർക്കാണെങ്കിൽ ഒന്ന് എഴുതിയെടുത്തോളൂ, OP ഓപ്പറേഷൻ തിയേറ്റർ. OT ഓപ്പറേഷൻ തിയേറ്റർ. നെക്സ്റ്റ് ഒരു ഹെഡിങ് പോലെ എഴുതൂ, 3 സോൺസ് ഇൻ LDR കേട്ടോ. 3 സോൺസ് ഇൻ LDR. മൂന്ന് ഇടാം, സോൺസ് ഇൻ LDR. LDR-ലെ 3 സോൺസ് എന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. 3 സോൺസുകൾ, LDR-ലെ 3 സോൺസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എഴുതിക്കുള്ളത് നിങ്ങൾ അൺസ്റ്റെറൈൽ സോൺ. എന്തൊക്കെയാണ് അൺസ്റ്റെറൈൽ സോണിൽ വരുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, വെയിറ്റിംഗ് ഏരിയ, പബ്ലിക് യൂട്ടിലിറ്റി. അൺസ്റ്റെറൈൽ സോണിൽ വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, വെയിറ്റിംഗ് ഏരിയ, പബ്ലിക് യൂട്ടിലിറ്റി.
Then protective zone. Protective zone ൽ വരുന്നത് ഏതൊക്കെയാണ്? ചേഞ്ച് റൂം, പ്രീ ലേബർ റൂം, മെഡിസിൻ സ്റ്റോർ, ഡ്യൂട്ടി റൂം. പ്രൊട്ടക്റ്റീവ് സോണില് ചേഞ്ച് റൂം, പ്രീ ലേബർ, മെഡിസിൻ സ്റ്റോർ, ദെൻ ഡ്യൂട്ടി റൂം. Then മൂന്നാമത്തെ സോൺ ഏതാ? ഡെലിവറി സോൺ. കൺസിസ്റ്റ് ഓഫ് ക്ലീൻ സപ്ലൈയർ റൂം, സ്ക്രബ് സ്റ്റേഷൻ, ദെൻ ഡെലിവറി റൂം. ഡെലിവറി സോണിൽ വരുന്നത് 3 എഴുതാം. എഴുതിയോ? കംപ്ലീറ്റ് ആയോ? ഇങ്ങനെ എഴുതിയ പോരെ? ഭയങ്കര ക്വസ്റ്റ്യൻ ആൻസർ പോലെ ഒന്നും എഴുതണ്ട, നമുക്ക് പഠിക്കാൻ പറ്റില്ല അങ്ങനെ. ഒത്തിരി ക്വസ്റ്റ്യൻ ആൻസർ പോലെയൊക്കെ എഴുതിയിട്ട് ഒരു കാര്യമില്ല. മാക്സിമം ഷോർട്ട് ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ പഠിക്കാൻ പറ്റണം. ആ രീതിയിൽ നമുക്ക് നോട്ട്സ് അങ്ങനെ ഒന്ന് എഴുതാം. ഓക്കെ, ദെൻ ഇത്രയും പോരെ? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ഭാഗം എടുക്കാം. ഓക്കെ, അപ്പൊ എടുത്തത് അത്രയും ക്ലിയർ ആയോ? ലേബർ റൂം എന്താണ് ഒരു ഐഡിയ ഇല്ലാത്ത ആളുകൾക്ക് എന്തെങ്കിലും കുറച്ചെങ്കിലും മനസ്സിലായോ? ഒരു ലേബർ റൂം എന്താണെന്ന് മനസ്സിലായോ? എന്ത് പറ്റി? നിങ്ങൾ എന്താ ആരും സംസാരിക്കുന്നില്ല? ലാസ്റ്റ് 10 മിനിറ്റ്സ് നിങ്ങൾക്ക് വേണ്ടിട്ട്. ഓക്കെ, എല്ലാരും ഉറക്കത്തിലോട്ട് പോയോ? ക്ലാസ് കേട്ടിട്ട് ലാസ്റ്റ് ക്ലാസ് ഓക്കെ. ഇതുപോലെ തന്നിട്ടുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. അതാണോ നിങ്ങളുടെ തീരുമാനം? ഇങ്ങനെ നോട്ട് തന്നാൽ മതിയോ ചെറിയ രീതിയിൽ? അതായത് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ പോലെ ഒന്നും നിങ്ങൾ പഠിക്കണ്ട. അതായത് ഇപ്പൊ ഞാനിപ്പോ തന്നതുപോലെ ഒരു ലെക്ചർ നോട്ട് ബേസ് പോലെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. നമുക്ക് നോക്കുമ്പോ എന്താ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണം. അതല്ലേ നിങ്ങൾക്ക് എളുപ്പം. ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചു, ക്വസ്റ്റ്യൻ ആൻസർ തന്നു, അതൊക്കെ ബുദ്ധിമുട്ടല്ലേ? പഠിക്കാനും ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ഇങ്ങനെ മതിയോ? മതിയോ? മതി മാം. ഓബ്സ്ട്രിക് എന്തായിരുന്നു? ഒബ്സ്ട്രിക്സ് എന്ന് പറഞ്ഞാൽ പ്രസവ ചികിത്സ. ഡെലിവറിയിലൊക്കെ നമ്മൾ പറയില്ലേ, അതിനെ തന്നെ പറയുന്ന മറ്റൊരു ടേം ആണ് കേട്ടോ. ഹോസ്പിറ്റൽ ടേം ആണ്, മെഡിക്കൽ ടേം ആണ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എല്ലാ ദിവസവും തരണോ? അതുപോലെ ചെറിയ നോട്ട് വേണോ? വേണം. ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. ലാസ്റ്റ് 10 മിനിറ്റ്സ് ഇങ്ങനെ നമുക്ക് എടുത്ത് അത്രയും നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് തരാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ വായിക്കുമ്പോൾ കിട്ടുമല്ലോ. ഓക്കെ, അപ്പൊ ഇത്രയും എടുത്തത് ക്ലിയർ ആയോ? നിങ്ങൾ ഫുൾ ഫോമുകളും കാര്യങ്ങളും പഠിക്കണം കേട്ടോ. കുറെ ഫുൾ ഫോമുകൾ ആയിട്ടുണ്ട് ഇപ്പൊ അല്ലേ? ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞത് എനിക്കറിയില്ല. ഫുൾ ഫോം എഴുതിയൊക്കെ ഞാൻ പറഞ്ഞായിരുന്നോ? പറഞ്ഞോ? നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നോ? 5th ബാച്ചിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടേ. കാരണം എന്താ, നമുക്കിപ്പോ ഒരുപാട് ഇത്ര എടുത്ത ചാപ്റ്റർ തന്നെ നിങ്ങളൊന്ന് നോക്കി നോക്കൂ. എത്ര നമ്മൾ ഫുൾ ഫോമുകൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? കുറെ പഠിച്ചില്ലേ? പഠിച്ചോ? ഓക്കെ, അപ്പൊ നിങ്ങളോട് പറഞ്ഞതാണ് തോന്നുന്നത്. ഇനി കേൾക്കാത്തവരുണ്ടെങ്കിൽ കേൾക്കാം. നോട്ട് ബുക്കില് ഇതുവരെ പഠിച്ച ചാപ്റ്റേഴ്സ് ഇപ്പൊ നമ്മൾ ഉൾപ്പെടുത്തില്ലേ, അവിടെ വരെ നിങ്ങൾ എന്ത് ചെയ്യാം? ഓരോ ചാപ്റ്റേഴ്സ് ഫസ്റ്റ് തുടങ്ങി നമുക്ക് എടുത്തിട്ടുള്ളതിന്റെ ഫുൾ ഫോമുകൾ മാത്രം സെപ്പറേറ്റ് ചെയ്ത് എഴുതി വെക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ELDR OT വരെ എത്തിയിട്ടുണ്ട്. അതുവരെ ഫുൾ ഫോമുകൾ കാണാതെ പഠിക്കണം കേട്ടോ. എഴുതി വെക്കാം. ലാസ്റ്റ് നമുക്ക് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ടൈം ഉണ്ടാവുമല്ലോ, റിവിഷന്റെ ഒരു ടൈം ഉണ്ടെങ്കിൽ ആ ടൈമിൽ നമുക്ക് ഈ ഫുൾ ഫോമുകളൊക്കെ ഒന്ന് പഠിക്കാനുണ്ട്. ഓക്കെ ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. ദെൻ ഒരു ദിവസം ഞാൻ പറയും പ്രത്യേകം ഫുൾ ഫോമുകളുടെ ഒരു ടെസ്റ്റ് പേപ്പർ എടുക്കട്ടെ? എന്താ അഭിപ്രായം? എടുക്കാലോ? അപ്പൊ അങ്ങനെ എഴുതി സെപ്പറേറ്റ് എഴുതി വെച്ചിട്ട് ആരെങ്കിലും ഗ്രൂപ്പിലോട്ട് ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആരും ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കണ്ട, അവനവൻ തന്നെ സ്വയം ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. ആരും ഷെയർ ചെയ്ത് ഫ്രണ്ട്സിനെ സഹായിക്കണ്ട. അവനോട് തന്നെ എന്ത് ചെയ്യാ? സ്വയം കണ്ടുപിടിച്ചെഴുത്. നിങ്ങൾ ഒരാളുടെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് എഴുതുന്ന കാര്യം തന്നെ നിങ്ങൾ സ്വയം ഓരോ ചാപ്റ്റർ എടുക്കുക. നിങ്ങളുടെ കയ്യിൽ PDF ഉണ്ടാവുമല്ലോ,
ഓരോ ചാപ്റ്റർ എടുത്തിട്ട് എന്ത് ചെയ്യാം, ആ ഫുൾ ഫോമുകളൊക്കെ നിങ്ങൾ തന്നെ നോക്കി എഴുതി വെച്ച് നോക്കി. നിങ്ങൾ ആ എഴുതുന്ന നേരം കൊണ്ട് നിങ്ങൾ അത് പഠിക്കും. മറ്റേത് ഒരാൾ അയച്ചു തരുന്ന കാര്യം നമ്മൾ ഈ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന പോലെ അല്ലേ. ഇപ്പൊ വേണ്ട, വീട്ടിൽ ചെന്ന് ടൈം കിട്ടുന്നത് പോലെ എന്ത് ചെയ്യുക, നിങ്ങള് ഒന്ന് ഫുൾ ഫോം എഴുതി എടുക്കണം. ഞാനൊരു ഡേ പറയുണ്ടോ, അപ്പൊ ഞാനൊന്ന് ടെസ്റ്റ് പേപ്പർ എടുത്തു, ഇടുത്ത വരെയുള്ള ഫുൾ ഫോമുകളുടെ. ഓക്കെ, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാ പറയുന്നത് കേട്ടോ, അല്ലാണ്ട് ബുദ്ധിമുട്ടാക്കാൻ വേണ്ടിയിട്ടല്ല. സ്വയം ഓരോരുത്തർ നോക്കാം, ആരും ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. എന്റെ ഫ്രണ്ട്സ് അല്ലേ എന്ന് വിചാരിക്കേണ്ട, അതിനുവേണ്ടി സമയം കണ്ടെത്താം. ഓക്കെ, ജോലി തിരക്കുള്ളവരും ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ ഒരു കോഴ്സ് എടുത്തു, അപ്പൊ അതങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. കുറച്ച് റിസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഏതൊരു ഫീൽഡിലായാലും കുറച്ച് റിസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എപ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നുണ്ടോ? ഇല്ലാലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, റിസ്ക് ഒക്കെ നമ്മൾ ഏറ്റെടുക്കുക. ബുദ്ധിമുട്ടില്ല, എന്തായാലും പഠിച്ചൊരു ജോലി കിട്ടുമല്ലോ. അപ്പൊ നമ്മൾ ആ എടുത്ത റിസ്കുകളൊന്നും ഒരു ബുദ്ധിമുട്ടല്ലാതെ നമുക്ക് തോന്നും. ഓക്കെ, ഓക്കെയാണോ? അപ്പൊ എല്ലാവരും ഫുൾ ഫോം ഒക്കെ എഴുതുമല്ലോ, എഴുതില്ലേ? എഴുതോ? ഓക്കെ, അപ്പൊ ഓക്കെ, താങ്ക് യു ഓൾ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ചോദിക്കും ഫുൾ ഫോമുകൾ എഴുതിയിട്ടുണ്ടോന്ന് കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am.
Bye.